നമ്മളിത് ഈ ഒരു ഗ്ലാസ് കൊണ്ട് ഒരു ഗ്ലാസ്സാണ് കേട്ടോ ഉഴുന്ന് കുതിർത്താനിട്ടിട്ടുണ്ട്. കഴുകിയിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തായിടാം കേട്ടോ. കഴുകി നന്നായിട്ട് വെള്ളം ഒഴിച്ച് കുതിർത്തായിട്ടിട്ടുണ്ട് കേട്ടോ. ഉഴുന്ന് ഏകദേശം ഒരു 4 മണിക്കൂർ കുതിർത്തിയിട്ടിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇനി അതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അത് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഉഴുന്ന് ഇങ്ങനെ ഒഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ എല്ലാ ഉഴുന്നും ഇതുപോലെ അരച്ചെടുക്കാം. നമുക്ക് കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മുറി നാളികേരം എടുത്തു. അതിലേക്ക് 1 സ്പൂൺ ജീരകം, ഒരു 4 അല്ലി വെളുത്തുള്ളി ഇത് അതിലേക്ക് ഇടാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നല്ല മഞ്ഞൾപ്പൊടി 1 സ്പൂൺ ഇടാം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം നമുക്ക് മിക്സിയിൽ. നമ്മളിനി ചതച്ചെടുത്തത് ഇതിലേക്ക് ഇടാം കേട്ടോ. നമ്മൾ ഈ ഒരു ഗ്ലാസ് കൊണ്ടാണ് നമ്മൾ ഉഴുന്നെടുത്തത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ 1.5 ഗ്ലാസ് ഇതിൽ അരിപ്പൊടി ചേർക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടത്. ഇത് ശരിക്കും നമ്മുടെ ഇഡ്ലി മാവിൻ്റെ ഒരു പരിവാണ് കേട്ടത് പറയണേ. നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിനാവശ്യമായി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നോക്കിയിട്ട് ഇനി ഉപ്പിടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ചായിട്ട് വെള്ളം ചേർക്കാം കേട്ടോ അതിൽ. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇവിടെ വെള്ളം ഒഴിക്കാം നമുക്ക്. ആ മിക്സി കഴുകിയ വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിക്കണം. നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെച്ചു കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങയൊക്കെ നമുക്ക് വറുത്തെടുക്കാം. അതുപോലെ ചുവന്നുള്ളിയും വറുത്തെടുക്കണം കേട്ടോ. പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ചധികം വെളിച്ചെണ്ണ വേണം, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നന്നായി ചൂടാവുമ്പോൾ ഇതിലേക്ക് ചെറുതായി എരിഞ്ഞ തേങ്ങക്കൊത്ത് ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ബ്രൗൺ കളറാവണേ. പിന്നെ ആ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ ഇതുപോലെ എരിഞ്ഞ നമ്മുടെ ചുവന്നുള്ളി ഉണ്ടല്ലോ അതൊന്ന് വറുത്ത് നന്നായിട്ട് ഇത് നമുക്ക് മുരിച്ചെടുക്കണം കേട്ടോ. വട്ടനെ എരിയണ്ടേ. നല്ല ബ്രൗൺ കളറാവണ വരെ നമുക്ക് മുരിച്ചെടുക്കാം കേട്ടോ. ചെറുതായി എരിഞ്ഞ വേപ്പിലിട്ട് കൊടുക്കാം. കൂടി നന്നായി ഒന്ന് പൊരിയട്ടെ. ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നമ്മൾ മുരിച്ച് വെച്ച തേങ്ങക്കൊത്തും ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇതിലൊന്ന് ഇത്തിരി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് മിക്സ് ചെയ്തു. അതിന് ശേഷം കുറച്ചും കൂടി ഞാൻ മിക്സ് ചെയ്യുകയാണേ. പിന്നെ കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ദോശക്കല്ലിൽ ചുട്ടെടുക്കുമ്പോൾ മുകളിൽ ഇടാനായിട്ട് മാറ്റി വെച്ചേക്കണം. ആ പാനിലേക്ക് തന്നെ നമ്മൾ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച്